എല്ലാവർക്കും നമസ്കാരം. ബിന്ദു SSewingTech സ്വാഗതം. നമ്മളിന്ന് നിങ്ങളെ വിചാരിക്കാത്ത ഒരു സംഭവമാണെന്ന് ചെയ്യുന്നത് കേട്ടോ. ഇന്നേ വരെ ആരും കണ്ടുപിടിക്കാത്ത, യൂട്യൂബിലല്ല ഒരു ഗൂഗിൾ സെർച്ചിലും കണ്ടുപിടിക്കാത്ത ഒരു ബഹുലിതമായ ഒരു സാധനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ പഴയ ചുരിദാറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പഴയ മോഡൽ ചുരിദാറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത, ഫസ്റ്റൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ചുരിദാറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ഒക്കെ ഉണ്ട് കേട്ടോ ചുരിദാറിൻ്റെ. കണ്ടോ, ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവമാണെന്ന് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമ്മളൊരു പലോസൻ്റെ പാൻറ്, കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പലോസൻ്റെ പാൻറ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഓപ്പണൊക്കെ ഉണ്ട്. ഓപ്പൺ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ നിങ്ങളെ ഓപ്പൺ ചെയ്ത് വിട്ടാക്കിക്കോളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ ഹിപ്പ് സൈസ് നോക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ, ഇപ്പം നമ്മളിതിപ്പോൾ ബോഡി നമ്മൾ ഇട്ടുകൊണ്ട് നടന്നതാണല്ലോ, അപ്പോൾ നമുക്ക് ഇത് ബാക്കിൽ എനിക്ക് ഇതിലേക്ക് ടക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് പണ്ട് ഞാൻ ചെയ്ത ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലൂസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ടക്ക് വേണമെങ്കിൽ പിരിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഇതാണ് നമ്മുടെ ഹിപ്പ് സൈസ് വരുന്നത്. ഇത് നമ്മൾ പലോസൻ്റെ പാൻ്റ് ആക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. വളരെ ഈസി, ഇന്നേ വരെ കണ്ടുപിടിക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ ഞാൻ പിരിച്ചു വിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് എന്ന്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ 2 ടക്ക് വന്നിട്ടുണ്ട്. ഇത് ബാക്ക് പീസാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇതുപോലെ സീക്വൻസ് വർക്കൊക്കെ ഉള്ളതാണ്. എന്താ പറയുക, ഈ ടക്കിനെ ഞാനൊന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇവിടെ ലൂസ് കിട്ടും. ടക്കില്ലാത്തവർ അങ്ങനെ വിട്ടാളൂ കേട്ടോ. നമുക്ക് ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് ഹിപ്പിൻ്റെ അളവിന് ഇപ്പം ഏറ്റവും ചുരുങ്ങിയ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ വേസ്റ്റ് അളവാണ്. വേസ്റ്റ് അളവ് ഹിപ്പിൻ്റെ എന്താ പറയുക, പാൻറ് കയറ്റുമ്പോൾ കയറണം. അങ്ങനെയുള്ളവർക്കാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇവിടുന്ന് ഇപ്പോൾ 17 വരുന്നുണ്ട്. 17 കറക്റ്റായിട്ട് എടുക്കാൻ പാടില്ല. 17 ഈ ഭാഗം. 17, 17, 34 ഇഞ്ച് ഹിപ്പ് സൈസ് ഉള്ള ആൾക്ക് ഇത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് കറക്റ്റ് 17 ഇഞ്ചാണ്. അപ്പോൾ 17 പറയുമ്പോൾ 2 ആയിട്ട് വരുമ്പോൾ 17, 17, 34 ഇഞ്ചുള്ള ഒരാൾക്ക് ഇത് പറ്റില്ല. അതിനേക്കാളും ചെറുതായിരിക്കണം കേട്ടോ. അയാൾ 2 ഇഞ്ചെങ്കിലും നമ്മളെ ചുരുങ്ങിയ ആളായിരിക്കും. അതായത് 30, ഒരു 30 സൈസുള്ള ഒരാൾക്ക് ഇത് പറ്റും. അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ആൾക്കാണെങ്കിൽ ഇത് പറ്റും. കാരണം ഈ വശത്ത് കൂടെ നമുക്ക് പാൻറ് കയറ്റണം. അപ്പം നമ്മൾ ഈ ചുരിദാറിൻ്റെ ഈ ടോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഐഡിയ നിങ്ങൾ ചെയ്തോളൂ. അതായത് 17 ഇഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ബട്ടക്സിൻ്റെ അതിലെയാണ് ഞാൻ അളവെടുത്ത് സാധാരണ പാൻറ്റിൽ കാണിക്കുക. ആ അളവ് കറക്റ്റ് അളവാണ്. അതുകൊണ്ട് നമുക്കത് പാൻറ്റ് കയറില്ല. ഇവിടെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഒന്നും ചെയ്യണ്ട. പക്ഷെ കയറില്ല. അതിനേക്കാളും കുറഞ്ഞ ആൾക്കാർ, അതായത് 15 എടുക്കുക, അല്ലെങ്കിൽ 14, 28, അതായത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ എന്താ പറയുക, പാൻറ്റിൻ്റെ ക്രോച്ച് ലെങ്ത് ഒക്കെ വരുമല്ലോ, അത് ഇതിവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ. അത് എത്രയുണ്ട് നോക്കുക. നമുക്ക് സാധാരണ ഒരു 11.5, 12 എടുക്കുക. 12 എടുത്തിട്ട് ക്രോച്ചിൻ്റെ ലെങ്ത് ഇങ്ങനെ വരുമല്ലോ നീളത്തിൽ. അത് നിറയെ പാൻറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് വാച്ച് ചെയ്തോളൂ. നിറയെ പാൻറ്റ് അളവെടുത്ത് ചെയ്യുന്നുണ്ട്. അതേ മോഡലിൽ തന്നെ ഇതിനൊരു കംപ്ലൈൻറ്റ് വരില്ല. നമുക്ക് കുട്ടികൾക്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതായത് എന്താ പറയുക, ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ വരും. ആ ലെങ്ത്ത് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു 12.5, 11 അങ്ങനെ എടുത്തോളൂ. 13 വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 13 എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് തുണിയും കൊടുക്കണം. എലാസ്റ്റിക് വെക്കാനായിട്ട് ഒരു 2 ഇഞ്ചോളം ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനും എടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നില്ല ഇതിൽ മടക്കി കൊടുക്കാൻ നമ്മൾ എക്സ്ട്രാ തുണി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ എക്സ്ട്രാ തുണി എടുത്തിട്ട് 2 ഇഞ്ച് നിങ്ങൾ മടക്കി കൊടുത്തോളൂ. അപ്പോൾ ഒരു 12.5 ഇഞ്ചുള്ള ലെങ്ത് ഉള്ള ഒരാൾക്ക് 12.5 ഇഞ്ചിലെ ക്രോച്ച് ലെങ്ത്ത് 12 എടുക്കുമ്പോൾ നമ്മളൊരു 14.5 ഇഞ്ച് ഇത് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് 14.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ നിറയെ തുണിയുണ്ട്. അപ്പം എന്തായാലും നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ചുരുങ്ങി പോണ സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിടുത്തങ്ങളൊന്നും വരില്ല. അപ്പം ഞാനതെങ്ങനെ വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ ഉള്ള തുണിയാണ്. തിരിച്ചിട്ടാൽ നമുക്ക് കുറച്ചുകൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഈ പഴയ ചുരിദാറിൻ്റെ ടോപ്പിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാർക്ക് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഴയ എന്താ പറയുക, പുതിയ മോഡൽ വരുമ്പോൾ പഴയതൊക്കെ എന്താ പറയുക ഉപയോഗിക്കാതെ അങ്ങനെ കിടക്കും. ഇത് ഞാൻ പണ്ട് തയ്ച്ച ഒരു ചുരിദാറാണ് കണ്ടോ. അപ്പം ഞാനുണ്ടല്ലോ, ഇതാ കണ്ടോ, നമുക്കിവിടെ വരുന്നത് ക്രോച്ചിൻ്റെ ഇതാണ് നമ്മുടെ
ക്രോച്ചിൻ്റെ ലെങ്ത്ത്. ഈ ഓപ്പൺ വരുന്ന ഭാഗം, ചില ചുരിദാറിൽ ഓപ്പൺ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, അവിടെ എന്തായാലും ഒരു ഓപ്പൺ കൊടുക്കേണ്ടി വരും. നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് എങ്ങനെ അളക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധാരണ ക്രോച്ചിൻ്റെ ലെങ്ത്ത് 12.5 നമുക്ക് മതിയാവും. ഒരു എന്താ പറയുക, ഒരു 2 ഇഞ്ച്, അതായത് 12.5 14.5 വരെ എടുക്കാം കേട്ടോ. അവിടെ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി തുണിയുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിലൊരു 14.5 എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ എലാസ്റ്റിക് വെക്കുന്നത് കേട്ടോ. അമ്മേ, ഇവിടം വരെ ഈ 2 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് വെക്കാൻ. ആദ്യം ഒരു 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് എലാസ്റ്റിക് ഉള്ള ഒരാൾക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് 2 ഇഞ്ച് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, 2 ഇഞ്ച് എലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ 2.5 ഇഞ്ച് എടുക്കണം. അതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള തുണിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഉള്ളിലോ ഒരു യെല്ലോ കളർ തുണി വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ സംഭവമാണ് നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ ഞാൻ എടുക്കുന്നത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കേവ് ലൈന് വരയ്ക്കണം അതൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സംഭവങ്ങളാണ്. ഞാൻ ഒരു ഈസി മെത്തേഡാണിത്. നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കും നിങ്ങളിതാ. ഇത് കണ്ടോ, സംഭവം ഒക്കെയാണ്. നമ്മളിത് ഇപ്പോൾ ലൈനിങ് ഉള്ളത് കൊണ്ട് ഒന്ന് ഈ വശത്തുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്ന് വെച്ചിട്ട് 2 ലൈനിങ്ങും കൂടെ ആകുമ്പോഴേ, ഇത് സിന്തറ്റിക്കിൻ്റെ ക്ലോത്ത് ആണല്ലോ, അപ്പം നമ്മളിങ്ങനെ പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുക. ഞാനുണ്ടല്ലോ ഈ തുണിയിൽ കുറച്ചൊരു 2 ഇഞ്ചിൻ്റെ കുറവുണ്ടായിരുന്നു. അതിന് ഒരു കോട്ടൻ്റെ ചുരിദാറിൻ്റെ ബിറ്റാണ് കേട്ടോ, കട്ടിങ് പീസാണ് ഞാൻ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 2 ബിറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ഒരു എലാസ്റ്റിക് വെക്കുക. അതിനെ 2 അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് നന്നായിട്ട് ഒരു 3-4 അടി അടിച്ചിട്ട് നമ്മളത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ സൈസിൻ്റെ 4-ൽ 3 ഭാഗം നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ 40 സൈസുള്ള ഒരാളാണെങ്കിൽ 30 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിതാ കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒരു ലേശം ഒരു 1/4 ഇഞ്ചിനേക്കാൾ കുറവായിട്ട് ഓരത്ത് കൂടെ സ്പേസ് വിടുക. എന്നിട്ട് നമ്മൾ ആ ഓരത്ത് കൂടെ അടിച്ചാൽ നീറ്റായി വരും. നമ്മൾ ആ എക്സ്ട്രാ ബിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ എക്സ്ട്രാ ബിറ്റ് നമ്മൾ വെളിയിൽ കാണാത്തതുപോലെ കറക്റ്റായിട്ട് ഉള്ളിൽ തിരികെ കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇത് സെയിം കളർ തുണി അല്ലല്ലോ. സെയിം കളർ തുണിയാണെങ്കിൽ നമുക്ക് അത്ര അറിയില്ല. ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു തുണി ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചുറ്റുവട്ടം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചതിന് ശേഷം സെൻറ്ററിൽ കൂടെ, എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് അടിച്ചു വിടണം കേട്ടോ. അപ്പോഴാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഒരു 2-3 മിനിറ്റ് മതി ഇത് ചെയ്യാൻ. അത്ര ഈസിയാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പഴയ ടോപ്പുകളൊക്കെ ഇഷ്ടംമാതിരി നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്നുണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറേ വീട്ടിലൊക്കെ ഇടും. വീട്ടിലിടാൻ പറ്റാത്ത തുണികളുണ്ടാവും. സിന്തറ്റിക് ആകുമ്പോൾ നമുക്ക് ചൂടെടുത്തിട്ട് നമ്മൾ ഇടാറുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മളതിനെയൊക്കെ അവിടെ ഇവിടെ വലിച്ചു കയറി ബീറോ ഫുള്ളാക്കി അങ്ങോട്ട് വെക്കും. അതൊക്കെ എടുത്ത് ഇനി കുട്ടികൾക്ക് അങ്ങോട്ട് പാൻറ്റ് അങ്ങോട്ട് അടിച്ചെടുത്തോളൂ. ഇതേപോലെ തന്നെ നമുക്ക് ചുരിദാറിൽ നൈറ്റി ബിറ്റുകളിലും ചെയ്യാവുന്നതാണ് കേട്ടോ. മുഴുവനായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി നമ്മൾ കാലിൻ്റെ സെൻറ്റർ അടിച്ചു വിടുക. കാലിൻ്റെ സെൻറ്റർ നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പണാണ്. ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ സ്ലിറ്റ് വന്നിട്ടുണ്ടല്ലോ, ആ ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഓൾറെഡി അതിൽ സ്ലിറ്റിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ടുണ്ട്. അതിനൊന്നും പിരിച്ചൊന്നും വിടണ്ട. വെറുതെ ഒന്ന് ഉള്ളിലോട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉൾസൈഡിൽ വേണം അടിച്ചു കൊടുക്കണമെങ്കിൽ, പുറകു വശത്തല്ല കേട്ടോ അടിക്കേണ്ടത്. ചുരിദാറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിരിക്കും നൈറ്റിയേക്കാളും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ടോപ്പ് അടിക്കുക. ടോപ്പിന് പകരം ഒരു ടീഷർട്ട് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി, നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ഒരു പാൻറ്റ് റെഡി ആയി കഴിഞ്ഞു കണ്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ യെല്ലോ കളറിൻ്റെ പണിയാണ്. യെല്ലോ കളറ് നമ്മൾ ലൈനിങ് തുണി ഉള്ളത് കൊണ്ട് സൈഡ് കൂടെ ഒരു അടി അടിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതി എക്സ്ട്രാ കൊടുത്തത് എലാസ്റ്റിക് വെക്കാനാണ്. എലാസ്റ്റിക്കിന് ഞാൻ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വെക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട്
വീണ്ടും അതിൻ്റെ മുകളിലാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 2 ഇഞ്ചോളം ഇതിൽ വിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/2 ഇഞ്ച് കണ്ടോ അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നേരെ ഉള്ളിലേക്ക് ആ വര വരഞ്ഞിട്ടുണ്ടല്ലോ ആ അളവ് മൊത്തം നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അത് നമ്മൾ എക്സ്ട്രാ അളവെടുത്തിരിക്കുകയാണ്. ഫുള്ളായിട്ടുള്ള പാൻറ്റൊന്നും കിട്ടില്ല കേട്ടോ. ഒരു ഏകദേശം 3/4 എന്താ പറയുക 3/4 പാൻറ്റൊക്കെ കിട്ടുള്ളൂ ഇതിൽ. എലാസ്റ്റിക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടുപ്പിൻ്റെ 3 ഭാഗം 4 ഭാഗത്തിൽ 3 ഭാഗം എടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ സെൻറ്ററിലൂടെ ഒരു അടി അടിച്ചു കൊടുക്കുക. അടിപൊളി പാൻറ്റ് നമുക്ക് റെഡിയായി കിട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.